പ്രകാരം ബഹുമാനപ്പെട്ട ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണം, അതുപോലെ തന്നെ SIT മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അനാവശ്യ സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമ്മേളനം ആരംഭിച്ച സമയം മുതൽ സഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ സഭയുമായി ഗവൺമെന്റുമായി നിസ്സഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അത് തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. സാർ, ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ പറഞ്ഞപ്പോൾ ഞങ്ങള് തന്ത്രിയുടെ വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. സാർ, ഞങ്ങളുടേതായി ഒന്നും പറഞ്ഞിട്ടില്ല. കോടതി പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത്. സാർ, കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി പറയാം. സാർ, കോടതി പറഞ്ഞത്, കൊല്ലം വിജിലൻസ് കോടതി പറഞ്ഞത്, വെരി ഇമ്പോർട്ടൻ്റ്ലി there is nothing on record for the matter, not even an iota of evidence from the side of the special investigation team to establish any positive involvement on the part of the petitioner in the alleged irregularities. Yes. Not even an iota of evidence എന്നാണ് കോടതി ഉപയോഗിച്ചത്. അത് തന്നെയാണ് മലയാളത്തിൽ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളേതായി ഒന്നും പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ സാർ, ഈ തന്ത്രിക്ക് പ്രത്യേക പരിഗണന വേണമെന്ന് ഞങ്ങൾ പറഞ്ഞതല്ല. കോടതി അദ്ദേഹത്തെ സ്വാഭാവിക ജാമ്യത്തിൽ വിട്ടപ്പോൾ ആ കാര്യം, കോടതി പറഞ്ഞ കാര്യം ഞങ്ങൾ പരാമർശിച്ചു, അത്രയേ ഉള്ളൂ. സാർ, അതുകൊണ്ട് തന്നെയാണ് തെളിവിന്റെ കണിക പോലും ഇല്ലാതെ ഒരു വ്യക്തിയെ ജയിലിലിടുന്നത് നിയമവിരുദ്ധമാകുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞത്. സാർ, ഈ തന്ത്രിയെ 40 ദിവസം അനാവശ്യമായി ജയിലിലടച്ചതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? ഈ ഗവൺമെന്റ് സംസ്ഥാനത്തെ ജനങ്ങളോട്, വിശ്വാസികളോട് ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. ആ ഉത്തരം ഗവൺമെന്റ് പറയാൻ സാധിക്കുമോ? സാർ, അതോടൊപ്പം തന്നെ സാർ, ഇതിന്റെ ഒപ്പം തന്നെ ജയിലിൽ കിടന്ന ആളുകളെല്ലാം 90 ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിപ്പോന്നു. മിക്കവാറും എല്ലാവരും തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ ഇറങ്ങിപ്പോരുന്ന പോലെ ഇറങ്ങിപ്പോരുകയാണ് ഉണ്ടായത്. ഗവൺമെന്റ് വീഴ്ച കൊണ്ട് മാത്രമാണ് സംഭവിച്ചത്. സാർ, അതുപോലെ തന്നെ ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട്. 2024 ഫേക്ക് അർജൻസി ഉണ്ടാക്കി ചെന്നൈയിലേക്ക് ശില്പങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചു അപ്പൊ അതിനകത്ത് ഇന്നത്തെ മന്ത്രിക്കും അതുപോലെ ദേവസ്വം ബോർഡിനും ഈ കാര്യത്തിൽ ഉത്തരവാദിത്വം ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. സാർ, അതുപോലെ CPM നേതാക്കന്മാരുൾപ്പെടെ ജയിലിലായപ്പോ ഗവൺമെന്റുമായി ആചാര ലംഘനത്തിന്റെ കാര്യത്തിലും യുവതി പ്രവേശനത്തിന്റെ കാര്യത്തിലും സഹകരിച്ചില്ല. ഗവൺമെന്റ് നിലപാടിന് എതിരായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതിന്റെ പകപോക്കലാണ് തന്ത്രിക്ക് നേരെ പ്രയോഗിച്ചത് എന്നുള്ള ആക്ഷേപമുണ്ട്. സാർ, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണം, അതുപോലെ തന്നെ SITയിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അവസാനിപ്പിക്കണം എന്നുള്ള ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് സഭ അവസാനിക്കുന്ന ദിവസമാണ്. സാർ, ഈ മന്ത്രി രാജിവെച്ചാൽ എത്ര സ്മൂത്തായി ഈ മന്ത്രിസഭ കൊണ്ടുപോകും. ഈ സഭാ സമ്മേളനം നമുക്ക് അവസാനിപ്പിച്ച് പോകാൻ സാധിക്കും. അതല്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഒഴിവാക്കിയാൽ പോരെ. ഏതായാലും ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്താം. സാർ, ഇന്നലെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞപ്പോ ആസാം PCC പ്രസിഡന്റ് ഭൂപൻ കുമാർ ബോറ BJP ചേർന്ന് ഇവിടെ പറഞ്ഞു. അദ്ദേഹം അതിൽ ദുഃഖം പ്രകടിപ്പിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹം ആ പറഞ്ഞതിനോട് ഞങ്ങൾക്ക് യോജിപ്പാണ്. സാർ, അതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം മനസ്സിലാക്കാതെ പോയ കാര്യം, അവിടെ അദ്ദേഹം തിരിച്ചു വന്നു എന്നാണ് ഇപ്പോ ലേറ്റസ്റ്റ് വാർത്ത. അതെ, പക്ഷെ ഇന്നലെ പത്രത്തിലൊരു വാർത്ത വന്നു. ഭൂപൻ കുമാർ CPMന്റെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഡയമണ്ട് ഹാർബർ നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു. അവിടുത്തെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം CPM വിട്ട് തൃണമൂലിൽ ചേർന്നു. BJPയെ നേരിടാൻ CPMന് സാധ്യമല്ല. സാർ, ഞങ്ങൾ ഈ സഭാ നടപടികളിൽ സഹകരിക്കും എന്നൊരിക്കൽ കൂടി അറിയിക്കും. സാർ, ഞങ്ങൾ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളെല്ലാം നിശബ്ദമായി ഇവിടെ കേട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളും കേൾക്കാനുള്ള പ്രാഥമികമായ മര്യാദ അദ്ദേഹം ഇപ്പോ സഭയിൽ 2 ദിവസമായി ലീഡ് ചെയ്യുകയാണ് പ്രതിപക്ഷത്തെ. അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സഭ ശ്രദ്ധാപൂർവം കേട്ടതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ
അങ്ങയുടെ അനുയായികൾക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. സാർ, അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നലെയും ഈ സഭയിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. സാർ, ഇതിനകത്തൊരു ചട്ടം 63 ഉണ്ട് സാർ. ചട്ടം 63 അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. ചട്ടം 63 എന്ന് പറഞ്ഞാൽ സാർ, മന്ത്രിസഭയ്ക്കെതിരായ അവിശ്വാസ പ്രമേയം സാർ, ഈ പ്രതിപക്ഷം ഈ വെല്ലിലിരുന്നും അവിടെ ഇരുന്നും ആവശ്യപ്പെടുന്നതും അങ്ങിപ്പോ വളരെ വിനയത്തോടുകൂടി ആവശ്യപ്പെട്ടതും മന്ത്രി രാജിവെക്കണം, മന്ത്രിസഭയ്ക്കകത്തുള്ള അവിശ്വാസം നിങ്ങൾക്ക് ഈ 5 വർഷം സാർ ധൈര്യപൂർവം ഒരു അവിശ്വാസം ഈ സഭയ്ക്കകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞോ? എന്തേ നിങ്ങൾ ഈ നിയമസഭയുടെ ഈ ചട്ടം ഉറപ്പു നൽകുന്ന അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ധൈര്യമില്ലാതെ പോയത്? അവര് കാരണം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ തുറന്നു കാട്ടപ്പെടുന്നത് ഭരണപക്ഷമായിരിക്കില്ല, തുറന്നു കാട്ടപ്പെടുന്നത് പ്രതിപക്ഷം മാത്രമായിരിക്കും. സാർ, ഇപ്പൊ അദ്ദേഹം ഒരു മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ ഇപ്പൊ 5 വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണല്ലോ സാർ. ഞങ്ങൾ ഈ നിരന്നിരിക്കുന്ന മന്ത്രിമാരുണ്ടല്ലോ, ഞങ്ങളിൽ ആരുടെയെങ്കിലും പേരിൽ ഈ 5 വർഷത്തെ നിയമസഭയിൽ നിങ്ങൾക്കൊരു അഴിമതി ആരോപണം കൊണ്ടുവരാൻ കഴിഞ്ഞോ? ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് ഞങ്ങളുടെ മുഖ്യമന്ത്രി പറയുമ്പോ നിങ്ങൾ അധിക്ഷേപിക്കില്ലേ? എന്നാൽ ഈ 5 വർഷം നിങ്ങൾക്ക് ഈ സഭയിൽ ഞങ്ങളുടെ മന്ത്രിമാർക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ച് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തേ കഴിയാതെ പോയി? കാരണം അങ്ങനെ ഒരു ആരോപണത്തിന്റെ കണിക പോലും ഉണ്ടാകാവുന്ന ഒരു കാര്യവും ഈ മന്ത്രിസഭയ്ക്കകത്ത് ആരും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കും ഉറപ്പുള്ളത് കൊണ്ടാണ് സാർ. ഈ ഗവൺമെന്റ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത് സാർ സാർ, ഈ ഗവൺമെന്റ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത് പ്രകടന പത്രികയ്ക്കകത്ത് നൽകിയ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു എന്ന ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടു കൂടിയാണ് സാർ. ഇവിടെ ഇപ്പോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇരിക്കുന്നുണ്ടല്ലോ. ഇന്ന് ബഹുമാനായ മുഖ്യമന്ത്രി 5 ലക്ഷം വീടുകൾ കേരളത്തിൽ പൂർത്തീകരിച്ചു.